നാമ ജയിച്ചിട്ടോ മാറാ. ഇതിൽ കൂടുതൽ എന്താണ് നമ്മൾ സ്വപ്നം കണ്ടത്? നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് നടക്കും, നടന്നിരിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ വേൾഡ് കപ്പിൽ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് സാധിച്ചു. ഐ എം സോ ഹാപ്പി ഫോർ ദിസ് റിസൾട്ട്. അത്യാഗ്രഹം ആഗ്രഹിച്ചാൽ നടക്കാതെ പോകുമെന്നൊക്കെ ചിന്തിച്ച ഒരാളായിരുന്നു ഞാൻ. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഒരു കാര്യം ആഗ്രഹിച്ചാൽ നടക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ T20 വേൾഡ് കപ്പ്. അതിൻ്റെ മറ്റൊരു വലിയ എക്സാമ്പിളാണ് സഞ്ജു സാംസൺ മുത്തേ ഉമ്മ. 2024 വേൾഡ് കപ്പ് കണ്ട എല്ലാവർക്കും അറിയാം, സഞ്ജുവിന് ഒരു മാച്ച് പോലും കളിക്കാൻ പറ്റിയിട്ടില്ല. സഞ്ജുവിൻ്റെ അച്ഛൻ്റെ ഇൻ്റർവ്യൂ കണ്ട് നമ്മൾ ട്രോൾ ചെയ്യുകയും അതിലുപരി സങ്കടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു മാച്ച് പോലും കളിക്കാൻ സഞ്ജുവിന് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. തഴയപ്പെട്ട് വീണ്ടും ടീമിലെടുത്ത് അവസരങ്ങൾ കിട്ടി, വീണ്ടും പുറത്തു പോയിട്ട് തിരിച്ച് വന്നിട്ട് ക്രൂഷ്യൽ മാച്ചിൽ ടോപ്പ് ഇന്നിങ്സ് പ്ലേ ചെയ്തിട്ട് ഇന്ത്യനെ ഫൈനലിൽ ജയിപ്പിക്കാൻ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റൺ റേറ്റ് സെറ്റ് ചെയ്തിട്ട് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിരിക്കുകയാണ് ഇന്ന്. ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് വേറെ ആർക്ക് നേടാൻ കഴിയും? ഹീസ് എ റിയൽ ചാമ്പ്യൻ പ്ലെയർ. നമുക്ക് വേറൊരു ഡോക്ടറിൻ്റെയും മോട്ടിവേഷൻ ഇവിടെ ആവശ്യമില്ല കേട്ടോ, അല്ലെങ്കിൽ വേറൊരു മോട്ടിവേഷൻ സ്പീക്കറിൻ്റെ ആവശ്യമില്ല. സഞ്ജുവിനെ മാത്രം നമ്മൾ റിയൽ ആയിട്ടൊരു എക്സാമ്പിളായിട്ട് എടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാനിഫെസ്റ്റേഷൻ ഈസ് ദ കീ. നമുക്ക് എന്താണോ നേടേണ്ടത്, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് നമ്മളിൽ വന്നു ചേരും. സഞ്ജുവിനെ കുറിച്ച് നമുക്ക് ഇനിയും കുറേ വീഡിയോ ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ബുംറയാണ് ശരിക്കും ഒരു മാൻ ഓഫ് ദ സീരീസ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. കാരണം ഓരോ മാച്ചിലും പുള്ളി ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ബുംറ ഒരു ലിറ്ററലി ജനറേഷൻ പ്ലെയറാണ് ബുംറ, ചാമ്പ്യൻ പ്ലെയർ. അതേപോലെ തന്നെ ഹോൾ ടീമിൻ്റെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. സൗത്ത് ആഫ്രിക്കയോട് നമ്മൾ സൂപ്പറായിട്ട് തോറ്റു, പക്ഷെ അതിനുശേഷം ഇന്ത്യയുടെ കംബാക്ക് വാസ് ഔട്ട്സ്റ്റാൻഡിങ്, സോ ഇൻസ്പിറേഷണൽ. ആർക്കും ആണെങ്കിലും അത് നോക്കിയാൽ മനസ്സിലാവും. കൈവിട്ടു പോയ കപ്പ് തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് നമ്മൾ നേടിയിരിക്കുകയാണ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഈ ഒരു റിവ്യൂ റീൽസ് വീഡിയോ അങ്ങനെ ഒന്ന് അവസാനിക്കുകയാണ്.